അപ്പോഴേ ഇന്ന് ഉച്ചയൂണിന് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ആദ്യം ചോറിനുള്ള വെള്ളം അടുപ്പത്തിട്ടതിന് ശേഷം ക്യാരറ്റ് അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് വെള്ളം തിളച്ച് വന്നു. അരി കഴുകി അടുപ്പത്തിട്ടിട്ട് ക്യാരറ്റ് താളിച്ചങ്ങ് അടുപ്പിലാക്കി. അപ്പോൾ ഇന്ന് അരപ്പിടുന്നില്ല. ഇറക്കാൻ നേരം ഒരിത്തിരി തേങ്ങയും കൂടി ചേർത്ത് ഇറക്കാം. വിഴുക്ക് വരട്ടിക്ക് പാവയ്ക്കാണുള്ളത്. അപ്പം പാവയ്ക്ക ഒരെണ്ണം ചെറുതായിരുന്നു, അതും അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ മാത്രമല്ലേ കഴിക്കൂ, അപ്പോൾ അത് മതി. അങ്ങനെ അരി തിളച്ചതിറക്കി കുക്കറിലോട്ട് വെച്ചതിന് ശേഷം പാവയ്ക്കായും താളിച്ച് അടുപ്പിലാക്കി. അപ്പോഴത്തേക്കും നമ്മുടെ തോരൻ റെഡിയായി. അങ്ങനെ തോരൻ ഇറക്കി വെച്ചതിന് ശേഷം ആ അടുപ്പിൽ തന്നെ കുറച്ച് കൊഞ്ചുണ്ടായിരുന്നു, അതൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് തേങ്ങ ചേർത്താണ് പൊടിക്കുന്നത്. അപ്പോൾ ഈ ചട്ടിയിൽ തന്നെ നമുക്ക് തേങ്ങയും കൂടി ഒന്ന് വറുത്തെടുക്കണം. ചുമന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഇഞ്ചി വെളുത്തുള്ളിയും മുളക് പൊടിയും പുളിയും കുരുമുളക് പൊടിയും എല്ലാം ചേർത്ത് നല്ലതുപോലെ ഒന്ന് വറുത്തതിന് ശേഷം കൊഞ്ചും കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് പാകത്തിന് ഉപ്പും കൂടിയിട്ട് പൊടിച്ചെടുക്കുക. അപ്പോൾ കൊഞ്ച് പൊടിയും റെഡിയായി. അപ്പോൾ മോള് പാവയ്ക്ക വിഴുക്ക് വരട്ടി കഴിക്കാത്തത് കൊണ്ട് അവൾക്ക് വേണ്ടിയിട്ട് വെണ്ടയ്ക്ക ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാമായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ ഉച്ചയൂണിനുള്ളത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.